അടുത്തൊരു കാര്യം ഞാൻ ഈ കൊല്ലത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ പൊതുജന സമക്ഷം ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു. ശ്രീ പ്രേമചന്ദ്രൻ എംപിയെ ഇവിടുത്തെ ജനതയല്ല ആര് വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. അതേസമയം മുകേഷിനെ വിളിച്ചാൽ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പദങ്ങൾ ചിലർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സംശയം ഇപ്പം ബിജെപിക്ക് വേണ്ടി ആരെ വിളിക്കും? എംപി ആയിട്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. കേരളത്തിൽ ബിജെപി ഗവൺമെന്റ് നടപ്പിലാക്കി 65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി കടമ്പാട്ടുകോണത്ത് നിന്ന് ഓച്ചിറ അവസാനിക്കുന്ന 62 കിലോമീറ്റർ ദൈർഘ്യമുള്ള നാഷണൽ ഹൈവേ 6 വരിപ്പാതയാക്കുന്നു. 2,696 കോടി രൂപ കൊല്ലം ജില്ലയ്ക്ക് 100% ഫണ്ട് കേന്ദ്ര ഫണ്ട്. 1 രൂപയെങ്കിലും സംസ്ഥാനങ്ങളുടെ ഫണ്ട് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ പരസ്യമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വെല്ലുവിളിക്കുന്നു. 100% കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നാഷണൽ ഹൈവേയുടെ 6 വരിപ്പാതയുടെ വികസനം നടത്തുന്നത്. പരസ്യമായ ഞങ്ങൾ തയ്യാറാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളോട് എംപിയുടെ പങ്കെന്താണ്? എംപിക്ക് ഒരു വർഷം 5 കോടി രൂപയാണ്. ഒരു എംപിക്ക് 5 കോടി രൂപ എന്നുള്ള നിലയിലാണ് എംപിക്ക്. 5 വർഷക്കാലം 25 കോടി. കോവിഡ് വന്നതിന് ശേഷം 17 കോടി രൂപ. ആ 17 കോടി രൂപ കിട്ടുന്ന NK പ്രേമചന്ദ്രന് ഇത്രയും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്താൻ കഴിയും? മന്ത്രിമാരുടെ ഓഫീസിൽ പോയി നിവേദനം കൊടുത്ത് മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ വാങ്ങിയെടുക്കാൻ കഴിവുള്ള ജനപ്രതിനിധികൾക്ക് അത് കഴിയും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 6 വരിപ്പാതകൾ എന്ത് അവകാശപ്പെടുവാനുണ്ട്? വർഷക്കാലം ഇവിടെ ഭരിച്ച UPA ഗവൺമെന്റ്. ഒറ്റ കാര്യം ഈ 11 മണിക്ക് ശേഷം കൊല്ലത്തെ MLA വിളിച്ച പലതും കേൾക്കേണ്ട വരുമെന്ന് ഇവിടെ ബിന്ദു ചേച്ചി പറഞ്ഞു. ഈ കേരളത്തിലെ ചാനലിനെ മൊത്തവും വിളിച്ച് നിരത്തിരുത്തി കേരളത്തിലെ KPCC പ്രസിഡന്റ് കേരളത്തിന്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതിന് അപ്പുറത്തേക്ക് ഒരു വിളിയും കൊല്ലത്തെ MLA വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കത്തില്ല. ഇവിടെ LDF-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു മുകേഷ് MLA കൊല്ലത്ത് നടത്തിയ വികസനത്തെ പറഞ്ഞു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ നെഞ്ചുവേദനയായിട്ട് വൈകിട്ട് 6 മണിക്ക് ശേഷം ഒരാൾ പോയി കഴിഞ്ഞാൽ നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് എഴുതുന്നത്. അവിടെ പാരസിറ്റമോൾ ഇൻഫ്യൂഷനോ ഡൈക്ലോഫിനാക്കിന്റെ ഇഞ്ചക്ഷനോ IV സെറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. കൊല്ലം കോർപ്പറേഷനിൽ 3 ആംബുലൻസ് ഉണ്ട്. വൈകിട്ട് 6 മണിക്ക് ശേഷം ഈ പാവപ്പെട്ട രോഗികൾക്ക് ഈ ആംബുലൻസ് വിട്ടുകൊടുക്കത്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആംബുലൻസ് അവിടെ കൊല്ലം കോർപ്പറേഷന് കെട്ടിയിട്ടിരിക്കുന്നത്? കിട്ടിയ വിവരമായി ആശുപത്രി പൊതിച്ചോറ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി കൊല്ലം ജില്ലാ ആശുപത്രി സന്ദർശനത്തിലെത്തിയപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുമ്പിൽ പരാതിയുമായി ചെന്നതാണ്. ആ സമയത്ത് അവിടെ ഡൈക്ലോഫിനാക്കിൻ ഇഞ്ചക്ഷൻ ഇല്ലായിരുന്നു, IV സെറ്റ് ഇല്ലായിരുന്നു, പാരസിറ്റമോൾ പൊടിയടിക്കുന്നു, തൂക്കുന്നു, തുടയ്ക്കുന്നു, പെയിന്റ് ചുരണ്ടി ഇളക്കുന്നു, പെയിന്റ് അടിക്കുന്നു, ബെഡുകളിൽ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുന്നു. ഇതൊന്നുമല്ല ആരോഗ്യ മേഖലയുടെ വികസനത്തിൽ കൊല്ലം KSRTC ഈ കാര്യത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത്.